ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൂ സ്റ്റോറി ചാനൽ. ഈ ചാനലിൽ റിയൽ ലൈഫിൽ സംഭവിച്ച കുറച്ച് വ്യത്യസ്തമായ ഷോർട്ട് സ്റ്റോറീസാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അത്തരം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഏപ്രിൽ 29, 2001. 6 വയസ്സുള്ള ഹേലി അവളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഒരു ഹൈക്കിംഗ് ട്രിപ്പിലായിരുന്നു. അവർ അമേരിക്കയിലെ ആർക്കൻസാസ് സ്റ്റേറ്റിൽ അപ്പർ ബഫലോ ഫോറസ്റ്റ് എന്ന് വളരെ വിജനവും കാടുമുള്ള ഒരു പ്രദേശത്തായിരുന്നു. അവിടെ അങ്ങനെ വാഹനങ്ങളൊന്നും കടന്നു ചെല്ലാറില്ല. ചുറ്റും കാടും കാട്ടുമൃഗങ്ങളും പക്ഷികളും മാത്രം. അവർ ഒരു കുന്നിൻ പ്രദേശത്തു കൂടെ കയറി നടന്നു. തുടക്കത്തിൽ നിന്ന് ഏകദേശം 200 അടി ഉയരത്തിലെത്തി. ആ കുന്നിന്റെ മുകളിലെത്തിയാൽ താഴെയുള്ള നദിയുടെ ഒഴുക്കും ചുറ്റുമുള്ള പച്ചപ്പും കാണാം. ആ വിശാലമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് അവർ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഏകദേശം രാവിലെ ഒരു 11:30 ആയപ്പോൾ അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. അങ്ങനെ താഴേക്ക് നടന്നു പോകുമ്പോഴാണ് ഹേലി കുറച്ചു മാറി ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് അവൾ അവളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും. ഗ്രാൻഡ് പാരൻസ് അങ്ങോട്ടുള്ള വഴി എങ്ങനെയുണ്ടെന്നൊന്ന് നിരീക്ഷിച്ചു. വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒരു മരത്തിൽ കയറി പാറക്കെട്ടിലേക്ക് എത്തണം. എന്നിട്ട് ആ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാലേ അവിടെ എത്തുള്ളൂ. ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ കൂടെ ഇത് ചെയ്യാൻ സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ ഗ്രാൻഡ് പാരൻസ് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, നമുക്ക് താഴേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ഹേലി അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എന്നെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂല. താഴേക്ക് പോകാനാണെങ്കിൽ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഹേലി അവിടെ കുത്തിയിരുന്നു. ഗ്രാൻഡ് പാരൻസ് ഇതൊന്നും കാര്യമാക്കിയില്ല. നീ ഇപ്പോൾ വലിയ കുട്ടിയായി, ചുമ്മാ വികൃതി കാണിക്കാതെ തന്നെ നടന്നു വരാൻ പറയും. പക്ഷെ ഹേലി അവിടെ തന്നെ ഇരുന്നു. എന്നാ ശരി, ഞങ്ങൾ പോവുക, നീ ഒറ്റയ്ക്ക് ഇവിടെ കാട്ടിലിരുന്നോ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് പാരൻസ് നടന്നു പോകുന്നത് പോലെ കാണിക്കും. ഒറ്റയ്ക്കാവുമെന്ന് തോന്നിയിട്ടെങ്കിലും അവൾ എണീറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഗ്രാൻഡ് പാരൻസ് പതിയെ താഴേക്ക് നടന്നു. ഒടുവിൽ ഗ്രാൻഡ് പാരൻസ് താൻ പറഞ്ഞ പോലെ തന്നെ വാട്ടർഫോൾസിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തോന്നിയ ഹേലി മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് താഴേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാൻഡ് പാരൻസ് കുറച്ചു മുന്നിലും ഹേലി അവരുടെ പുറകെ നടന്നു. ഗ്രാൻഡ് പാരൻസ് കുറച്ചു ദൂരം നടക്കും, എന്നിട്ട് തിരിഞ്ഞു നോക്കും. ഹേലി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുറച്ചു ദൂരം വീണ്ടും നടക്കും. ഹേലി ആണെങ്കിലോ വാട്ടർഫോൾസിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കാത്ത ദേഷ്യത്തിൽ മനഃപൂർവ്വം പതിയെ നടന്നു ഗ്രാൻഡ് പാരൻസിന്റെ സമയം കളയും. എന്നാലും ഗ്രാൻഡ് പാരൻസ് അവരുടെ കൂടെ താഴേക്ക് വരുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഉറപ്പുവരുത്തും. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഹേലി പുറകിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹേലിയെ കാണുന്നില്ല. ഗ്രാൻഡ് പാരൻസ് ഉടനെ അവൾ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി. അവളുടെ പേര് വിളിച്ച് അവിടെ തപ്പി നോക്കും. ഹേലി വികൃതി കാണിക്കാനായി വല്ല മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും എന്നായിരുന്നു അവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ 1 മണിക്കൂർ മുഴുവൻ അവിടെ തിരിഞ്ഞിട്ടും ഹേലിയെ കാണാത്തപ്പോൾ അവർ താഴേക്ക് പെട്ടെന്നിറങ്ങി പോലീസിൽ അറിയിക്കും. ആർക്കൻസാസ് സ്റ്റേറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ അന്ന് അവിടെ ആരംഭിച്ചു. 100 കണക്കിന് ആളുകൾ നിരവധി തിരച്ചിൽ നായ്ക്കളുമായി അവിടെ എത്തി. മീതെ ഹെലികോപ്റ്ററുകൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തി പറന്നു. കൂടുതൽ സഹായത്തിനായി ഫയർ ഫൈറ്റേഴ്സും നാഷണൽ ഗാർഡ് സൈനികരും എത്തി. എന്നാൽ 2 ദിവസം മുഴുവൻ തിരഞ്ഞിട്ടും ഹേലിയെ കണ്ടുപിടിക്കാനായില്ല. അവർക്ക് ആകെ കിട്ടിയ തെളിവ് ഒരു തിരച്ചിൽ നായ ഹേലിയുടെ മണം പിടിച്ച് ഒരു റോഡ് വരെ എത്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വ്യക്തമായില്ല. അതിൽ നിന്ന് അവർ ഊഹിച്ചത് ഹേലിയെ ആരോ വല്ല വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമെന്നാണ്. തിരച്ചിൽ തുടങ്ങി ഒരു 51 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളെ കാണാതായ സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി സെർച്ചിനിറങ്ങിയ ഒരു കൂട്ടം ആൾക്കാർ ഹേലിയെ ഒരു തോടിൻ്റെ അടുത്ത് അതിൻ്റെ വെള്ളത്തിൽ കാലുകളിട്ടിരിക്കുന്നത് കണ്ടു. അവരെ കണ്ട ഹേലി കൈ വീശി കാണിച്ചു. അവർ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിന്റെ പേര് ഹേലി എന്നാണോ എന്ന് ചോദിക്കും. അവൾ അതേന്ന് പറയും. അവളുടെ കയ്യിലും മുഖത്തും കുറച്ച് ഉരഞ്ഞതോ മാന്തിയതോ പോലെയുള്ള പാടുകളുണ്ടായിരുന്നു. എന്നാൽ മൊത്തത്തിൽ അവളെ കണ്ടിട്ട് ഓക്കെയാണെന്ന് തോന്നി. ഹേലിയെ ഉടനെ അവർ കൂട്ടി അവളുടെ ഫാമിലിയുടെ അടുത്ത് ഏൽപ്പിക്കും. 2-3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് കാട്ടിൽ കഴിഞ്ഞതുകൊണ്ട് ഹേലിക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മരുന്നുകളും ഫുഡും കഴിച്ച് തിരികെ ശക്തി വന്നപ്പോൾ പോലീസ് അവളുടെ അടുത്ത് നീ എങ്ങനെയാണ് അവിടെ ചെന്ന് എത്തിപ്പെട്ടതെന്ന് ചോദിക്കും. ഹേലി പറയും, ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ പുറകെ ഇങ്ങനെ പതിയെ നടന്നു വരുമായിരുന്നു. കുറച്ചു നേരം താഴേക്ക് നോക്കി നടന്ന് തല പൊക്കി നോക്കിയപ്പോൾ ഗ്രാൻഡ് പാരൻസിനെ കാണുന്നില്ല. അതുമല്ല, അവളുടെ മുന്നിൽ ഒരു മതില് പോലെ കുറെ മരങ്ങൾ നിൽക്കുന്നു. അവളൊരു ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അവിടെ തന്നെ നിന്ന് അവരെ ഉറക്കെ വിളിക്കുന്നതിന് പകരം അവൾ ആ മരങ്ങളുടെ ഇടയിലുള്ള ഒരു പുതിയ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാൻഡ് പാരൻസിനെ നോക്കി കുറെ നടന്നിട്ടും അവരെ കാണുന്നില്ല.
അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു. ചുറ്റും ഇരുട്ട് പടർന്നു. അവൾ ഉയരത്തിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ കിടന്നുറങ്ങി അന്ന്. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ അവൾ ആ ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്കിറങ്ങി ഒരു പുഴയുടെ അടുത്തേക്ക് നടന്നു. അങ്ങനെ ആ പുഴയുടെ അരികിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു ഗുഹ കണ്ടു. രണ്ടാമത്തെ രാത്രി അവൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഹേലിയെ ആൾക്കാർ കണ്ടുപിടിക്കുന്നത്. ഈ കഥ കേട്ട പോലീസിന് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഹേലി ആദ്യത്തെ ദിവസം ഉയർന്ന തുറസായ സ്ഥലത്താണ് കിടന്നുറങ്ങിയതെങ്കിൽ എന്തുകൊണ്ട് ഹെലികോപ്റ്റേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ അവളെ കണ്ടുപിടിക്കാനായില്ല? ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിൽ ആ ഏരിയയുടെ മുകളിൽ ഒരുപാട് നേരം തിരഞ്ഞു. അതുമല്ല, അതിൽ തെർമൽ ക്യാമറയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുട്ടായിരുന്നെങ്കിലും ശരീരത്തിന്റെ താപം കാരണം ഹേലിയെ കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് പോലീസ് വീണ്ടും ചോദിച്ചു, ഹേലി, നിനക്ക് ഉറപ്പാണോ നീ അവിടെ തന്നെയാണ് അന്ന് കിടന്നതെന്ന്? ഹേലി പറയും, അതെ, അവിടെ തന്നെയാണ്. കാരണം അലീഷ്യ എൻ്റെ അടുത്ത് അവിടെ കിടക്കാൻ പറഞ്ഞത്. ഇത് കേട്ട് പോലീസുകാർ, ആരാ മോളെ ഈ അലീഷ്യ എന്ന് ചോദിക്കും. അതെന്റെ കൂട്ടുകാരിയാണ്. അവളെ ആ ഉയർന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതാദ്യം കേട്ട പോലീസും പാരൻസും ഇതത്ര കാര്യമാക്കിയില്ല. കാരണം കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് കളിക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ഒറ്റയ്ക്കായപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടുകാരിനെ ഇമാജിൻ ചെയ്തതായിരിക്കുമെന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. അവർ അത് വിട്ട് ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചെടുക്കാൻ ശ്രമിക്കും. ആ ഉയർന്ന സ്ഥലത്തു നിന്ന് നീ എങ്ങനെ പുഴയുടെ അടുത്തേക്ക് താഴേക്ക് ഇറങ്ങി? അങ്ങനെ ഇറങ്ങാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതും ആ വഴി കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഹേലി പറഞ്ഞു, ആ വഴി അലീഷ്യയാണ് എന്നെ കാട്ടിത്തന്നത്. അതുമല്ല, ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മുന്നിലേക്ക് വീഴാതിരിക്കാൻ അവൾ എൻ്റെ മുന്നിലൂടെ നടന്നു. ഈ അലീഷ്യ എന്ന കൂട്ടുകാരി അവൾ വീഴാതെ പിടിച്ച് സഹായിച്ചു എന്ന് കേട്ടപ്പോൾ ഇത് അവൾ മനസ്സിലുണ്ടാക്കിയെടുത്ത ആളായിരിക്കാൻ വഴിയില്ല എന്ന് അവർക്ക് തോന്നി. എന്നാ ഹേലി, ഈ അലീഷ്യനെ കാണാൻ എങ്ങനെയിരിക്കും എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അവൾക്ക് കറുത്ത മുടിയുണ്ട്. അവളുടെ കണ്ണുകൾ ബ്രൗൺ നിറമാണ്. എന്നെക്കാളും ഹൈറ്റ് കുറച്ച് കുറവാ. അലീഷ്യയ്ക്ക് 4 വയസ്സുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അവൾക്ക് തമാശ പറയാനും പാട്ട് പാടാനും വളരെ ഇഷ്ടമാണ്. എന്നിട്ട് അലീഷ്യ പാടിയതാണെന്നും പറഞ്ഞ് പാട്ടുകൾ ഹേലി പാടാൻ തുടങ്ങി. അവൾ പറഞ്ഞ 1-2 തമാശകളും ഹേലി പറയും. ഹേലി ഇത്ര വ്യക്തമായി അലീഷ്യനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു 4 വയസ്സുള്ള കുട്ടി ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് പാട്ടും പാടി ഓടി നടക്കുന്നുണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. അതുകൊണ്ട് അവർ അത് വീണ്ടും കാര്യമാക്കാണ്ട് അവൾ ഏതിലൂടെയൊക്കെ പോയിട്ടാണ് പുഴയുടെ അടുത്തെത്തിയത് എന്ന് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെ ഹേലിയുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട പോലീസ് അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ഹേലിയുടെ മിസ്സിങ്ങും കണ്ടെത്തലും അവിടെ വളരെ ഫേമസ് ആയിരുന്നു. മിക്ക ന്യൂസ് ചാനൽസും ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹേലിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ അവൾ അന്ന് കണ്ട അലീഷ്യനെ പറ്റി പറഞ്ഞപ്പോൾ അത് ന്യൂസ് പേപ്പേഴ്സിൽ പബ്ലിഷ് ചെയ്യും. ഈ ന്യൂസ് വായിച്ച കുറച്ച് ആൾക്കാർ അതുപോലെ 23 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 4 വയസ്സുള്ള കുട്ടി അതേ സ്ഥലത്ത് നിന്ന് കാണാത്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കും. ആ കുട്ടിക്കും ബ്രൗൺ നിറമുള്ള കണ്ണുകളുണ്ട്. ആ കുട്ടിയുടെ പേര് അലാന എന്നായിരുന്നു. ആ കുട്ടിയുടെ ബോഡി 23 വർഷങ്ങൾക്ക് മുമ്പ് ആ ഉയർന്ന പ്രദേശത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നാഷണൽ മീഡിയ വരെ ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തു. അവർ അലാനയെ ഹേലിയുടെ കാവൽ മാലാഖയായി ചിത്രീകരിച്ചു. ഹേലിക്കിപ്പോൾ 25 വയസ്സായി. അവൾക്കൊരു യൂട്യൂബ് ചാനലുമുണ്ട്. അതിൽ അവൾ അന്ന് ആ 51 മണിക്കൂറിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവൾ അന്ന് പരിചയപ്പെട്ട അലീഷ്യയെപ്പറ്റി പറയുന്നുണ്ട്. ആ സംഭവത്തിന് മുൻപും അതിനുശേഷവും എനിക്ക് സാങ്കല്പിക കൂട്ടുകാരുണ്ടായിട്ടില്ല. അന്ന് എനിക്ക് അവൾ ശരിക്കും അവിടെ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. അവൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷെ അവളാണ് അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ഹേലി അവളുടെ ചാനലിൽ പറയുന്നുണ്ട്. മെയ് 21, 1941 ബെറ്റിയും അവരുടെ 3 വയസ്സുള്ള മകൻ എൽഡ്രിജിനെയും കൂട്ടി ബെറ്റിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവരുടെ അമ്മയുടെ വീട് ടൗണിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി USA-യിലെ മേരിലാൻഡ് വുഡ്സ്റ്റോക്ക് എന്നൊരു ഗ്രാമപ്രദേശത്തായിരുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത ക്ഷീണത്തിൽ തൻ്റെ മകനെ നോക്കാൻ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ബെറ്റി മുകളിലത്തെ റൂമിൽ ഉറങ്ങാൻ കിടന്നു. എൽഡ്രിജ് ഉടനെ അവൻ്റെ മുത്തശ്ശീനെയും കൂട്ടി അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി. എൽഡ്രിജിന് അവൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ വരാൻ വളരെ ഇഷ്ടമായിരുന്നു. കാരണം അവരുടെ വീടിൻ്റെ പുറകിൽ 250 മീറ്റർ പരന്നു കിടക്കുന്ന നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഓടിക്കളിക്കാൻ അവന് വളരെ ഇഷ്ടമാണ്. ആ പുൽത്തകിടി അവസാനിക്കുന്ന സ്ഥലം കാടുമായി ചേർന്നിട്ടാണ്. അതുവരെ നല്ല ക്ലിയർ ഓപ്പൺ ഏരിയ ആണെങ്കിൽ അത് കഴിഞ്ഞ് നിറച്ചും മരങ്ങൾ വന്ന് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കണക്ട് ചെയ്യും.
അവിടെ ആ മരങ്ങളുടെ ഇടയിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പുള്ള ഒരു സ്ഥലമുണ്ട്. അതിലൂടെ നേരെ പോയാൽ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു അരുവിയിലേക്ക് എത്തും. വീട്ടിൽ നിന്ന് നോക്കിയാൽ ആ അരുവിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ അതിൻ്റെ വലത്തോട്ടോ ഇടത്തോട്ടോ പോയാൽ മരങ്ങൾ നമ്മുടെ വ്യൂവിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എൽഡ്രിജിന് അവിടെ പോയി കളിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മരങ്ങളുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വിടാറ്. വീടിന്റെ ബാക്ക് സൈഡിൽ ഇറങ്ങിയ എൽഡ്രിഡ്ജ് തന്റെ മുത്തശ്ശിയുടെ പട്ടീനെയും കൂട്ടി അരുവിയിൽ കളിക്കാനായി ഓടി. അവിടെ മുത്തശ്ശി പോർച്ചിൽ ഒരു കസേരയിട്ട് അവരെ നോക്കിയിരുന്നു. എൽഡ്രിഡ്ജ് അവിടെ അരുവിയിലേക്ക് കല്ലൊക്കെ എറിഞ്ഞ് പട്ടിയുടെ കൂടെ കളിച്ച് നടന്നു. ഒരു 5-10 മിനിറ്റ് അവരെ നോക്കിയിരുന്ന മുത്തശ്ശി അവൻ വികൃതിയൊന്നും കാട്ടാണ്ട് സേഫ് ആണെന്ന് ഉറപ്പ് വന്നപ്പോൾ ഒരു ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ബുക്ക് വായിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ അവർ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ബുക്കിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എൽഡ്രിഡ്ജ് ഉറക്കെ "ഹെൽപ്പ് മീ" എന്ന് അലർന്നത് കേട്ട് മുത്തശ്ശി വേഗം ബുക്ക് താഴെ വെച്ച് അരുവിയുടെ ദിശയിലേക്ക് നോക്കി. 1 മിനിറ്റ് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എൽഡ്രിഡ്ജിനെയും പട്ടീനെയും ഇപ്പം അവിടെ കാണുന്നില്ല. കുട്ടികൾ സാധാരണ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഹെൽപ്പ് പറയുമെങ്കിലും ഇത്തവണ കേട്ട എൽഡ്രിഡ്ജിന്റെ ശബ്ദത്തിൽ അവൻ എന്തോ ആപത്ത് വന്ന മാതിരിയാണ് മുത്തശ്ശിക്ക് തോന്നിയത്. എൽഡ്രിജിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അരുവിയുടെ അടുത്തേക്ക് മുത്തശ്ശി സ്പീഡിൽ നടന്നു. പുൽത്തകിടിയുടെ പകുതി എത്തിയപ്പോൾ എൽഡ്രിജ് അവരെ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇത്തവണ കുറച്ച് ദൂരെ കാട്ടിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ആ ശബ്ദം കേട്ടത്. എൽഡ്രിജ് കാട്ടിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരം പോയ പോലെ മുത്തശ്ശിക്ക് തോന്നി. ഇതും കൂടി കേട്ടപ്പോൾ ടെൻഷനായ മുത്തശ്ശി അരുവിയുടെ അടുത്തേക്ക് ഓടി. അവിടെ എത്താറായപ്പോഴത്തേക്കും വീണ്ടും എൽഡ്രിജ് അവരെ വിളിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടു. ഇത്തവണ ശബ്ദം വളരെ കുറവായിരുന്നു, വളരെ ദൂരത്തുനിന്ന് വിളിച്ച മാതിരി. അതുമല്ല, അവൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ വായാരോ പൊത്തിപ്പിടിച്ച മാതിരി ശബ്ദം കട്ടാവുന്നു. മുത്തശ്ശി അവിടെ എത്തി എൽഡ്രിജിനെയും വിളിച്ച് അവിടെ മുഴുവൻ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ 10 മീറ്റർ മാറി തന്റെ പട്ടി അരുവിയുടെ അടുത്ത് നിന്ന് എന്തിനെയോ നോക്കി മുരങ്ങുന്നത് കണ്ടു. അതിന്റെ അടുത്ത് എൽഡ്രിജ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച മുത്തശ്ശി ആ പരിസരം മുഴുവൻ എൽഡ്രിജിനെ നോക്കി. പക്ഷേ അവിടെ മരങ്ങളല്ലാണ്ട് വേറൊന്നുമില്ല. ആരോ എൽഡ്രിജിനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുമെന്ന് ഭയന്ന മുത്തശ്ശി പട്ടിയെ തിരിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും പട്ടി അവിടെ തന്നെ നിന്ന് എന്തിനെയോ നോക്കി മുരങ്ങി നിന്നു. കുട്ടി അവിടെ നിന്ന് വരുന്നില്ല എന്ന് കണ്ട മുത്തശ്ശി വീട്ടിലേക്ക് ഓടി ബെറ്റിനെ വിളിച്ചെണീപ്പിക്കും. അവർ രണ്ടുപേരും വീണ്ടും അരുവിയുടെ അടുത്തേക്ക് പോകും. പട്ടി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർ അവിടെ എൽഡ്രിജിനെയും വിളിച്ചു ഒരുപാട് തിരിഞ്ഞെങ്കിലും അവനെ കണ്ടെത്താനായില്ല. ഒടുവിൽ അവർ പോലീസിനെ അറിയിക്കും. പോലീസ് കുറച്ച് സമയത്തിൽ തന്നെ അവിടെ എത്തി അവിടെ തിരയാനുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ആ ഫോറസ്റ്റിൽ തെരച്ചിൽ തുടങ്ങും. അവർ എൽഡ്രിജിന്റെ ശബ്ദം കേട്ട ദിശയിലേക്കാണ് തെരച്ചിൽ കൂടുതലും കേന്ദ്രീകരിച്ചത്. ആ ദിശയിലേക്ക് തന്നെയാണ് പട്ടിയും മുരുങ്ങി നോക്കുന്നുണ്ടായിരുന്നത്. പോലീസ് ഒരു 50 മീറ്റർ മാറി എൽഡ്രിജിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. അരുവിയോട് ചേർന്നുള്ള മണ്ണിലാണ് കാൽപ്പാടുകൾ കണ്ടത്. ആ കാൽപ്പാടുകൾ ഒരു 20-30 മീറ്റർ കൂടി പോകുന്നത് കാണാം. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് കാൽപ്പാടുകൾ അവസാനിക്കും. എൽഡ്രിജ് അവിടുന്ന് ഏത് ദിശയിലേക്ക് പോയാലും കൂടുതൽ കാൽപ്പാടുകൾ കാണേണ്ടതാണ്. ഇതിപ്പോ ആരോ അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയ പോലെയുണ്ട്. എന്നാൽ അങ്ങനെ കിഡ്നാപ്പ് ചെയ്ത ആളുടെ കാൽപ്പാടുകളൊന്നും കണ്ടുപിടിക്കാനായില്ല. അവർ അന്ന് രാത്രി വരെ ആ ഏരിയയിൽ തിരിഞ്ഞു നോക്കിയെങ്കിലും എൽഡ്രിജിനെ കണ്ടുപിടിക്കാനായില്ല. പിറ്റേന്ന് രാവിലെ പോലീസ് അവരുടെ ആൾക്കാരെ പല ടീമുകളായി വേർതിരിച്ച് കൂടുതൽ ദൂരെയുള്ള ഏരിയയിൽ തിരയാനായി തീരുമാനിക്കും. എൽഡ്രിജിനെ കാണാതായി ഏകദേശം 24 മണിക്കൂർ ആയപ്പോൾ അവിടുന്ന് 6 കിലോമീറ്റർ മാറി ഫോറസ്റ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരു ടീം ഒരു ചതുപ്പ് സ്ഥലത്തിന്റെ അടുത്തുകൂടി പോയപ്പോൾ ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം ചതുപ്പിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കിയ അവർ ഉടനെ തന്നെ തിരഞ്ഞ് ചതുപ്പിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ആ ചതുപ്പിൽ അത്യാവശ്യം ആഴമുള്ള വെള്ളം ഉണ്ടായിരുന്നു. അതിലൂടെ നടന്ന് അവരൊരു തുറസായ സ്ഥലത്തെത്തി. അവിടെ പാറക്കെട്ടും ചുറ്റും ഉയരമുള്ള പുല്ലുകളും കണ്ടു. അവർ അങ്ങോട്ടേക്ക് നടന്ന് ഈ മുളച്ചു നിൽക്കുന്ന പുല്ലുകളൊക്കെ കൈകൊണ്ട് മാറ്റി അവർ നോക്കിയപ്പോൾ ആ പാറയുടെ താഴെ ഒരു താത്കാലിക ഗുഹയിൽ എൽഡ്രിജ് കിടന്നുറങ്ങുന്നു. അവൻ നന്നായി ക്രമീകരിച്ച ഇലകൾ കൊണ്ടുള്ള കിടക്കയിൽ കിടക്കുകയായിരുന്നു. അവർക്കിതേതോ മൃഗത്തിന്റെ ഗുഹ പോലെ തോന്നി. ഒന്നില്ലെങ്കിൽ എൽഡ്രിജ് ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്ത് കിടന്നുറങ്ങി, അല്ലെങ്കിൽ ഏതോ മൃഗത്തിന്റെ ഗുഹ അവൻ കണ്ടുപിടിച്ചു. ഉറക്കത്തിൽ ഇടയ്ക്കിടെ ചെറിയ കരയുന്ന ശബ്ദം എൽഡ്രിജ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് അവർക്ക് എൽഡ്രിജിനെ കണ്ടുപിടിക്കാനായത്. ഉറങ്ങിക്കിടക്കുന്ന എൽഡ്രിജിനെ അവർ എടുത്തു. എൽഡ്രിജ് പതിയെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഉറക്കക്ഷീണത്തിൽ ഒരു ബോധവുമില്ലാണ്ട് അവരേക്ക് നോക്കി നിന്നു. അവന്റെ ഡ്രസ്സ് പല സ്ഥലത്തും കീറിയിട്ടുണ്ടായിരുന്നു. കാലുകളിലാണെങ്കിൽ ഷൂസ് ഇല്ല. എന്നാൽ മൊത്തത്തിൽ അവന് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്ന് കണ്ട പോലീസ് അവനെ എടുത്ത് അവന്റെ വീട്ടിലേക്ക് പോയി. അവനെ കണ്ടെത്തി എന്ന വാർത്ത കേട്ടപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കും വളരെ ആശ്വാസമായി. അവരുടെ മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ച മാതിരി. അവനെ കെട്ടിപ്പിടിച്ച് പോലീസിനോട് നന്ദി പറഞ്ഞു. എൽഡ്രിജ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചു വന്നെങ്കിലും അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഈ 3 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് 6 കിലോമീറ്റർ മാറിയുള്ള ഗുഹയിൽ ചെന്ന് എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു.
എൽഡ്രിജിനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ച ശേഷം കയ്യിലും കാലിലും കുറച്ച് ഉരഞ്ഞ പാടുകൾ ഉണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അവർ സ്ഥിരീകരിച്ചു. എൽഡ്രിജ് ഓക്കെയാണെന്ന് ക്ലിയർ ചെയ്തപ്പോൾ പോലീസും ബെറ്റിയും മുത്തശ്ശിയും എൽഡ്രിജിനോട് ചോദിക്കും, നീ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നൊന്നും പറയാമോ? പക്ഷെ 3 വയസ്സുള്ള ആ കുട്ടി തനിക്ക് അവിടെ എങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതുമല്ല 24 മണിക്കൂർ കാട്ടിൽ ഒറ്റയ്ക്കാണ് നിന്നത് എന്ന് പോലും എൽഡ്രിജിന് അറിയില്ല. അവന്റെ മനസ്സ് ആ ദിവസം കംപ്ലീറ്റ് മാച്ചു കളഞ്ഞ മാതിരി. ഈ കേസിൽ എൽഡ്രിജ് സേഫായിട്ട് തിരിച്ചു വന്ന കാരണം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയില്ല. എന്തുകൊണ്ട് എൽഡ്രിജ് പെട്ടെന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കരഞ്ഞു? എങ്ങനെ ഇത്ര പെട്ടെന്ന് കാട്ടിന്റെ ഉള്ളിലേക്ക് എത്തി? അവരുടെ പട്ടി എന്താണ് അവിടെ കണ്ടത്? എങ്ങനെ ഈ കുട്ടി ഒരുപാട് ചതുപ്പുകളിൽ കൂടി പോയി 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ഗുഹയിലെത്തിയത് എന്നതിന് ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. പോലീസ് എൽഡ്രിജ് കളിക്കുന്നതിനിടെ വഴി തെറ്റി നടന്നു പോയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആരോ അല്ലെങ്കിൽ എന്തോ എൽഡ്രിജിനെ തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്.